മെറ്റനായ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ ഇഷ്യൂ ആയിട്ട് നമ്മൾ യൂസിൻ്റെ ഇടയിലും ഇന്ന് കാണുന്ന ഒരു സ്പെഷ്യൽ ഇഷ്യൂ LGBTQ ഇഷ്യൂ ആണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് പലരും കേട്ടുണ്ടാകും. പ്രായമുള്ളവർക്ക് അത്രയും അതിനെക്കുറിച്ച് അറിയുമെന്നറിയത്തില്ല. ഇപ്പോഴും നിങ്ങൾ പത്രങ്ങളിലൊക്കെ ട്രാൻസ്ജെൻഡർ ഇഷ്യൂ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും. അതുപോലെ തന്നെ കാണുന്നൊരു കാര്യമാണ് ഈ ലെസ്ബിയൻസ് തമ്മിലുള്ള കല്യാണം, ഗേ തമ്മിലുള്ള കല്യാണം, ഇങ്ങനെയൊക്കെ കേട്ടിട്ടുള്ളതാണ്. അത് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് ഞാനിത് ഡീറ്റെയിൽഡായിട്ട് അതിലേക്ക് പോകുന്നില്ല. ബൈബിൾ എന്താ പറയുന്നത്, ഏത് രീതിയിൽ അത് ചെയ്യണം എന്നുള്ള ചില ചിന്തകൾ മാത്രമേ ഞാനിതിൽ പറയുന്നുള്ളൂ. 10-15 മിനിറ്റ് സമയമുള്ളതുകൊണ്ട് അധികം ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഓർക്കേണ്ട ഒരു കാര്യം, ട്രംപ് അമേരിക്കയിൽ ഭരണത്തിന് വന്നതിന് ശേഷം ഈ ട്രാൻസ്ജെൻഡർ ഇഷ്യൂ എന്ന് പറഞ്ഞൊരു ഇഷ്യൂ അവിടെ കൊണ്ടുവരരുതെന്ന് പറഞ്ഞ് അവിടെ ഒരു വലിയൊരു പ്രോബ്ലം ഒക്കെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് നമുക്കറിയാം. ഇതിൻ്റെ LGBTQIAAP എന്നൊക്കെയാണ് ഇതിന് ഫുള്ളായിട്ട് പറയുന്നത്. എൽ സിഗ്നിഫൈ ചെയ്യുന്നത്, ഞാൻ ഡീറ്റെയിൽഡായിട്ട് വീണ്ടും പറയാം. എൽ സിഗ്നിഫൈ ചെയ്യുന്നത് ലെസ്ബിയൻ എന്ന് പറഞ്ഞാൽ എ വുമൺ ഹൂ ഈസ് പ്രൈമർലി അട്രാക്റ്റഡ് ടു വുമൺ, സ്ത്രീകൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കുന്നത്. അതേപോലെ തന്നെ ഗേ എന്ന് പറയുന്ന പുരുഷന്മാർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കുന്നത്. LGB എന്ന് പറയുന്ന ബൈസെക്ച്വൽ, ഒരു ആൾ പുരുഷനോടൊപ്പം സ്ത്രീയോടൊപ്പം ജീവിക്കുന്നത്. ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത് അവരുടെ സെക്സിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐഡൻറ്റിറ്റിയിൽ അവർ ജീവിക്കുന്നു. ഇപ്പം പുരുഷനാണെങ്കിൽ സ്ത്രീയെ പോലെ ഇരിക്കുന്നു, സ്ത്രീ ആണെങ്കിൽ പുരുഷനെ പോലെ ജീവിക്കുന്ന ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നു. പിന്നെ ക്യൂർ എന്ന് പറയുന്ന ഇതിൻ്റെ ഒരു ഓർഗനൈസേഷൻ പോലെയുള്ള കാര്യം, നമ്മൾ അതിൻ്റെ ഡീറ്റെയിലേക്ക് വരാം. ഈ ഒരു ഇഷ്യൂ ആണ് പ്രധാനമായിട്ട് നമ്മൾ ഇന്ന് നമ്മുടെ ഈ മെസ്സേജിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. ബൈബിള് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ പറയുന്ന കാര്യമാണ്. അതായത് ദൈവത്തിൻ്റെ പദ്ധതിയെ നശിപ്പിക്കാനായിട്ട് പിശാച് എപ്പോഴും പദ്ധതി ഒരുക്കിക്കൊണ്ടിരിക്കും എന്ന് ദൈവത്തിനും അറിയാമായിരുന്നു. ഈ സെക്സ്, പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ, ഈ 2 ടേമാണ് ബൈബിൾ പറയുന്നത്. എന്നാൽ ഇവിടെ ഇത് ജനനത്തിൽ സംഭവിക്കുന്നതാണ്. ഒരു മനുഷ്യൻ പുരുഷനാണോ സ്ത്രീയാണോ എന്നുള്ളത് ജനനത്തിൽ സംഭവിക്കുന്നത്. എന്നാൽ ഈ ജെൻഡർ എന്ന് പറയുന്നത് പുതിയൊരു ഐറ്റം ഈ അടുത്ത കാലങ്ങളിൽ പൊങ്ങി വന്നിരിക്കുന്നത്. അവരുടെ ഐഡൻറ്റിറ്റിയും എക്സ്പ്രഷനും കാണിക്കുന്ന ഒന്നാണ്. എന്ന് പറഞ്ഞാൽ അവരിലുള്ള വ്യക്തിത്വം, അതാണ് ഐഡൻറ്റിറ്റി. രണ്ടാമത് എക്സ്പ്രഷൻ, അവരുടെ ശൈലി അല്ലെങ്കിൽ പ്രദർശനം, ഇത് കാണിക്കുന്ന ഒന്നാണ്. എന്ന് പറഞ്ഞാൽ സെക്സ് എന്ന് പറയുന്ന ആണും പെണ്ണും വ്യത്യസ്തമായ ജനനേന്ദ്രിയ അവയവങ്ങളായിട്ടും ക്രോമസോമായിട്ടും ഹോർമോണും ഒക്കെ വ്യത്യസ്തമാണ്. ശ്രദ്ധിക്കുക, ജെൻഡർ എന്ന് പറയുമ്പോൾ അവരുടെ റോൾസിൽ അല്ലെങ്കിൽ ബന്ധങ്ങളിലെ സ്വഭാവപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ, എന്ന് വെച്ചാൽ പെരുമാറ്റത്തിലുള്ള വ്യത്യാസങ്ങൾ. ഇപ്പം പുരുഷനായിട്ട് ജനിച്ച ഒരാൾ സ്ത്രീയുടെ രീതിയിൽ പ്രവർത്തിക്കുകയും ആ ഒരു വ്യക്തിത്വം പ്രദർശിപ്പിക്കുകയാണ്. ചില സ്ത്രീകളുടെ വസ്ത്രം ധരിക്കുക, സ്ത്രീകൾ നടക്കുന്ന പോലെ നടക്കുക, ആ ഒരു രീതിയിൽ. അതുപോലെ തന്നെ സ്ത്രീയായിട്ട് ജനിച്ച ആൾ പുരുഷനെ പോലെ സംസാരിക്കുകയും പുരുഷനെ പോലെ നടക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ. അതൊക്കെ കണ്ടിട്ടുണ്ട് നിങ്ങൾ. ഈ പുരുഷന്മാർ തലമുടിയൊക്കെ നീട്ടി വളർത്തി, അതുപോലെ സ്ത്രീകൾ തലമൊക്കെ മുട്ടയടിച്ച് ഒക്കെ നടക്കുന്ന അവസ്ഥകൾ നമ്മൾ കാണാം. ഇതാണ് ജെൻഡർ എന്ന് പറയുന്ന ഒരു കാര്യം. ഈ ജെൻഡർ എന്ന് പറയുന്നത് അവർക്ക് പ്രത്യേകിച്ച് റൈറ്റ് ഉണ്ട്, അവകാശമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവരെ തന്നെ അവരുടെ സ്റ്റൈല് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. അവരുടെ ഐഡൻറ്റിറ്റി എക്സ്പ്രഷനും ഒക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് ജെൻഡർ. അതുകൊണ്ട് ശരിക്കും ബർത്തിൽ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കാര്യമാണ് അവരുടെ പ്രദർശനത്തിൽ കാണുന്നത്. അത് മനസ്സിലാക്കുക. ഈ ബർത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളത് എന്ന് വെച്ചാൽ ഐഡൻറ്റിറ്റി ഈസ് ഡിഫറെൻറ്റ്. ചില ആളിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ദൈവം ഒരിക്കലും മനുഷ്യനെ സൃഷ്ടിച്ചിട്ടില്ല. പ്രത്യേകം ഓർക്കണം, ആണാണോ പെണ്ണാണോ എന്ന് പറഞ്ഞിട്ടുള്ള സൃഷ്ടിച്ചിട്ടില്ല. എന്നാൽ
ബൈബിളിലെ ഷണ്ണന്മാരെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്. അത് വേറെയുണ്ട്. അത് അവരെ ഷണ്ണനാക്കിയവരാണ്. അവർ അരമനകളിലെ ജോലി ചെയ്യേണ്ടതിന് അവരെ ഷണ്ണന്മാരാക്കിയതാണ്. അല്ലാതെ ഷണ്ണനായിട്ട് ആരും ജനിക്കുന്നില്ല എന്ന് നമ്മൾ മറന്നുപോയി. അതായത് ഏതെങ്കിലും രീതിയിൽ അല്ലാതുള്ള ഒരു ചില വിപരീതങ്ങൾ എന്ന് പറഞ്ഞാൽ പുരുഷന് വളർച്ചയിലെ സ്ത്രീകളുടെ ഇൻറ്റേർണലായിട്ടുള്ള അവയവങ്ങളോ അങ്ങനെയൊക്കെയുള്ള പ്രശ്നം വരുമ്പോൾ അതൊക്കെ ഓപ്പറേഷൻ വഴി ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മെഡിക്കൽ സയൻസ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഈ ജെൻഡർ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഒരു പുതിയ ശൈലിയാണ്, ഈ ലോകത്തിലുള്ള ശൈലിയാണ്. ആൾക്കൊക്കെ എപ്പോഴും യൂത്ത്സിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ടീൻ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അവർക്ക് സംശയമാണ്, ഞാൻ പുരുഷനാണോ സ്ത്രീയാണോ എന്ന് സംശയമായിട്ടുള്ള ഒരു 40% ആളുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അതിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഈ സെക്ച്വൽ ഓറിയൻറ്റേഷൻ എന്ന് വെച്ചാൽ അതിനകത്ത് സെക്ച്വൽ ഓറിയൻറ്റേഷനകത്ത് ഗേ ആണ്, ലെസ്ബിയൻ ആണ്, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആണ്, ബൈസെക്ച്വലാണ്, അസെക്ച്വലാണ്, ഇങ്ങനെയൊക്കെയുള്ള അനേക ഓറിയൻറ്റേഷൻ ഉണ്ട്. ഇതെല്ലാം ഞാൻ അതിനകത്ത് നിങ്ങളോട് ആ സ്ലൈഡിൽ ഞാൻ കാണുന്നുണ്ട്. സെക്ച്വൽ ഓറിയൻറ്റേഷൻ ഈസ് ഡിഫറെൻറ്റ് ഫ്രം ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് കാണുന്നു. ജെൻഡർ ബ്രെഡ് പേഴ്സൻ്റെ കാര്യങ്ങൾ അടുത്ത സ്ലൈഡിൽ കാണാം. അതിൻ്റെ ഐഡൻറ്റിറ്റി, ഓറിയൻറ്റേഷൻ ആൻഡ് സെക്സ് 3 കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. ജെൻഡർ ഐഡൻറ്റിറ്റിയിലെ വുമൺ, ജെൻഡർ ക്യൂർ ആൻഡ് മാൻ. ജെൻഡർ എക്സ്പ്രഷനകത്ത് ഫെമിനൈൻ, ആൻഡ്രോഗൈനസ് ആൻഡ് മസ്കുലൈൻ അത് കാണുന്നുണ്ട്. നിങ്ങളത് ശ്രദ്ധിച്ച് കാണാം. അതുപോലെ ബയോളജിക്കൽ സെക്സിനകത്ത് ഫീമെയില്, ഇൻ്റർസെക്സ് മെയില്. സെക്ച്വൽ ഓറിയൻറ്റേഷനകത്ത് ഹെട്രോസെക്ച്വൽ, ബൈസെക്ച്വൽ ആൻഡ് ഹോമോസെക്ച്വൽ. അന്നേരം ഈ രീതിയിലാണിത് സയൻസ് ഇതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ബൈബിൾ പഠിപ്പിക്കുന്നത് ദൈവം മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നുള്ളതാണ്. എന്നാൽ ഈ നാടുകളിലെ പൈശാചികമായിട്ടുള്ളൊരു ചിന്തയാണ് ആൾ വന്നു കയറിയിട്ട് ഈ രീതിയിൽ ഈ LGBTQ എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കുന്നത്. നേരത്തെ പറഞ്ഞ ആ സ്ലൈഡ് നിങ്ങൾക്ക് കാണാം. LGBTQ, L ലെസ്ബിയൻ, അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. G പറയുക ഗേ ആണ്, B ബൈസെക്ച്വൽ, an individual attracted to people of their own and opposite gender. 3 ആണ് transgender, a person who generally identify differ from their assigned sex at birth. ബർത്തിലുള്ള സെക്സിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് അവരുടെ പേഴ്സണാലിറ്റി അവർ തന്നെ, അതാണ് ട്രാൻസ്ജെൻഡർ ആണല്ലോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ സംസാരിക്കുന്നത്. ട്രാൻസ്സെക്ച്വൽ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് എന്താണെന്ന് ചോദിച്ചാൽ അതൊരു ഔട്ട്ഡേറ്റഡ് ടേമാണ്. അത് മെഡിക്കൽ ആയിട്ട് അത് പെർമനൻ്റ്ലി അവരെ ചേഞ്ച് ചെയ്യാൻ പറ്റും. വെച്ചാൽ പുരുഷനെ സ്ത്രീയാക്കുക, സ്ത്രീയെ പുരുഷനാക്കുകയോ ചെയ്യാൻ പറ്റുന്ന സർജറി കൂടെ ചെയ്യുന്നൊരു കാര്യമാണ്. ഈ ക്യൂർ എന്ന് പറയുന്നത് an umbrella term to be more inclusive of many identities and variation that make up LGBTQ community. കമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്നതാണ്. ക്യൂറെ പോലെ തന്നെ ക്വസ്റ്റ്യനിങ് ഉണ്ട്. ഇത് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ദ പ്രോസസ് ഓഫ് എക്സ്പ്ലോറിങ് ആൻഡ് ഡിസ്കവറിങ് ഓൺസ് ഓൺ സെക്ച്വൽ ഓറിയൻറ്റേഷൻ. പിന്നെ ബാക്കി IAAP ഉണ്ട്. ഇൻ്റർസെക്സ്, അസെക്ച്വൽ, പാൻസെക്ച്വൽ. അസെക്ച്വൽ എന്ന് പറഞ്ഞാൽ ഒരു സെക്ച്വൽ ആക്ടിവിറ്റിക്ക് യാതൊരു താല്പര്യമില്ലാത്ത. പാൻസെക്ച്വൽ എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹു എക്സ്പീരിയൻസ് സെക്ച്വൽ, റൊമാൻറ്റിക്, ഫിസിക്കൽ ആൻഡ് സ്പിരിച്വൽ അട്രാക്ഷൻ ടു മെമ്പേഴ്സ് ഓഫ് ഓൾ ജെൻഡർ. എല്ലാ ജെൻഡറോടും താല്പര്യം തോന്നുന്നു. ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട് എന്ന് നമ്മൾ മറന്നു പോകരുത്. എല്ലാ ഗ്രൂപ്പിനോടും ഇഷ്ടം തോന്നുന്നത്, പ്രത്യേകിച്ച് ഒരു ഗ്രൂപ്പിനോട് മാത്രം താല്പര്യം തോന്നുന്ന എല്ലാ ടൈപ്പും ഉണ്ട്. ഇനി അതിനകത്ത് നമ്മൾ എടുത്താൽ ഇന്ത്യൻ സ്റ്റോറിയിൽ അടുത്ത സ്ലൈഡിൽ നമ്മൾ കാണുന്നുണ്ട് ഇന്ത്യൻ സ്റ്റോറി. അതിനകത്ത് 3% ഐഡൻറ്റിഫൈ ആസ് ഹോമോസെക്ച്വൽ ഇൻക്ലൂഡിങ് ഗേ ആൻഡ് ലെസ്ബിയൻ, 9% ഐഡൻറ്റിഫൈ ആസ് ബൈസെക്ച്വൽ, 1% ഐഡൻറ്റിഫൈ ആസ് പാൻസെക്ച്വൽ ആൻഡ് 2% ഐഡൻറ്റിഫൈ ആസ് അസെക്ച്വൽ. ഇതെല്ലാം തന്നെ സർവേ റിപ്പോർട്ടുകളിൽ നിന്ന് വന്നതാണ്. ഇപ്പം നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും, നോർത്ത് ഇന്ത്യയിലും
ഈ കേരളത്തിൽ ഞാൻ ശ്രദ്ധിച്ചില്ല, ഇതുവരെയും അങ്ങനെ കണ്ടിട്ടില്ല. വിദേശത്തുമൊക്കെ പുരുഷൻ പുരുഷനെ കല്യാണം കഴിക്കുന്നു, സ്ത്രീ സ്ത്രീയെ കല്യാണം കഴിക്കുന്നു. ഈവൻ അതുപോലെ അത് ചെയ്തു കൊടുക്കാനായിട്ട് ഇന്ന് അധികാരം കൊടുത്തിരിക്കുകയാണ് ബിഷപ്പുമാർ തന്നെയും ഹോമോസെക്ച്വലായിട്ടുള്ള ബിഷപ്പുമാരുണ്ട്. അതുപോലെ അങ്ങനെ ജീവിക്കുന്നതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിപ്പം ഔട്ട്സൈഡ് ഇന്ത്യയിൽ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഇത് കോമൺ പ്രാക്ടീസായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈവൻ കഴിഞ്ഞ ദിവസം ഒരാൾ സംസാരിക്കുന്നു, ബൈബിൾ സ്റ്റഡി എടുക്കുന്നവരെ ലെസ്ബിയൻസാണ് എടുക്കുന്നതെന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് വന്നിരിക്കുന്നു എന്ന് കാണുന്നു. എന്നാൽ ബൈബിളിൽ നേരത്തെ പറഞ്ഞു മനുഷ്യനെ സൃഷ്ടിച്ചത് പുരുഷനും സ്ത്രീയുമായിട്ടാണ് സൃഷ്ടിച്ചത്. റോമർ 1:26 വാക്യത്തിൽ 26ഉം 27ഉം വാക്യത്തിൽ ഈ ഹോമോസെക്ച്വാലിറ്റി പാർട്ട്ണർഷിപ്പ് ദൈവം അത് ന്യായവിധിക്ക് യോഗ്യമാണ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ദൈവം അവരെ അവമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു. അവിടെ സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെ വിരുദ്ധമാക്കി കളഞ്ഞു. അവണ്ണം പുരുഷന്മാരും സ്വാഭാവിക സ്ത്രീഭോഗം വിട്ട് അന്യോന്യം കാമം ജനിച്ചിട്ട് ആണോടാൺ അവലക്ഷതമായി പ്രവർത്തിച്ചു. ഇങ്ങനെ അവർ തങ്ങളുടെ വിഭ്രമത്തിന് യോഗ്യമായ പ്രതിഫലം തങ്ങൾ തന്നെ പ്രാപിച്ചു. ദൈവം എപ്പോഴും കണ്ടം ചെയ്യുന്നൊരു കാര്യമാണ് മനുഷ്യന് ഹോമോസെക്ച്വൽ പാർട്ട്ണർഷിപ്പ് പാടില്ല എന്ന്, അതുപോലെ സ്ത്രീകൾ തമ്മിൽ അന്യോന്യം റിലേഷൻഷിപ്പ് പാടില്ല എന്നുമൊക്കെ ദൈവം അത് കണ്ടം ചെയ്തിരിക്കുന്നൊരു കാര്യമാണ്. ആവർത്തന പുസ്തകത്തിലും 22 അധ്യായത്തിൽ പറയുന്നുണ്ട്, ആ രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യരുത്. എന്ന് വെച്ചാൽ മെൻ ഷാൽ നോട്ട് ഡ്രസ് ലൈക്ക് വിമൻ, സ്ത്രീകളെ പോലെ വസ്ത്രം ധരിക്കരുതെന്ന് വരെ പറയുന്നുണ്ട്. വസ്ത്രം ധരിക്കേണ്ട ഏത് രീതിയിലാണെന്ന് 1 കൊരിന്ത്യർ 11:14 മുതൽ 15 വരെ ഞാൻ സമയമില്ലാത്തതുകൊണ്ട് വായിക്കുന്നില്ല, അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. 1 കൊരിന്ത്യർ 6:19 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഹോമോസെക്ച്വാലിറ്റി പണിഷബിളാണ്, ഹോമോസെക്ച്വാലിറ്റി ചെയ്യാൻ പാടില്ല എന്ന്. അത് ലേവ്യ പുസ്തകം 18:22, ലേവ്യ പുസ്തകം 20:10 മുതൽ 16 വരെ, 1 കൊരിന്ത്യർ 6:9 മുതൽ 11 വരെ, ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. സോദോമിനെ നശിപ്പിച്ചത് എന്താണെന്ന് നമുക്കറിയാം, സോദോമിലെ പാപം. 2 പത്രോസ് 2:6 മുതൽ 7 വരെ, യൂദ 7-ാം വാക്യത്തിലും ഈ അബോമിനേഷൻ, സെക്ച്വൽ ഇമ്മൊറാലിറ്റി, ഹോമോസെക്ച്വൽ കണ്ടൻറ്റ് ഇതിനെക്കുറിച്ചെല്ലാം സംസാരിക്കുന്നുണ്ട്. എന്തായാലും ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണിത്. അപ്പോൾ നമ്മൾ കൊണ്ടുവന്നിട്ട് ട്രാൻസ്ജെൻഡർ ഉണ്ട്, അവരുടെ അവകാശത്തെ മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവിടെ വലിയ പ്രസക്തി ഇല്ലാത്തൊരു കാര്യമാണ്. അവർക്ക് അവകാശം പറയാനായിട്ടൊന്നുമില്ല, അവർ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് അവരോട് ചെയ്യാൻ പറ്റുന്നത് അവരോട് സുവിശേഷം പറഞ്ഞ് കർത്താവിലേക്ക് നടത്തുന്നതിനപ്പുറമായിട്ട് വേറെ ഒന്നുമില്ല. അല്ലാതെ ഇപ്പം ഗെയ്സ് തമ്മിൽ അല്ലെങ്കിൽ ലെസ്ബിയൻ തമ്മിലുള്ള കല്യാണങ്ങൾ നടത്തി കൊടുക്കുകയും അതൊരു കൾച്ചറായി തീരുകയും ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ദൈവത്തിൻ്റെ ന്യായവിധി സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടാറായി. റോമർ 1:19 പറയുന്ന പോലെ മനുഷ്യൻ ചെയ്യുന്ന സകല അനീതിക്കും അഭക്തിക്കുന്നെതിരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടാറായി. അതുകൊണ്ട് ഗേ ബിഷപ്പുണ്ടെന്ന് പറഞ്ഞാലും ഗേ ആൾ ബൈബിൾ സ്റ്റഡി എടുക്കുമെന്ന് പറഞ്ഞാലും നമുക്കിതൊന്നും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുകയില്ല. ദൈവവചനപ്രകാരം ഇതെല്ലാം തെറ്റാണ്. അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് വലുതായിട്ട് വറീഡ് ആവേണ്ട ആവശ്യമില്ല. അവിടെ അവകാശമാണ് എന്ന് പറഞ്ഞിട്ട് ചെയ്യാതെ, ചില സഭകളിൽ പോലും അവർക്ക് അവകാശങ്ങൾ കൊടുക്കുകയും അവരെ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതായിട്ട് നമ്മളെ കാണുന്നു. എന്നാൽ അതിനകത്ത് പ്രത്യേകിച്ച് അർത്ഥമില്ല എന്നുള്ള വീണ്ടും ഞാൻ എടുത്ത് അടിവരയിട്ട് പറയുകയാണ്. കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് പുരുഷൻ പുരുഷനായിട്ടും സ്ത്രീ സ്ത്രീയായിട്ടും ഇരിക്കാനായിട്ടാണ്. കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബിനകത്ത് ഒരു സുപ്രീം കോടതിയിലെ അഡ്വക്കേറ്റ് പറയുന്നത് കേട്ടു, ഞാൻ ശ്രദ്ധിച്ചതാണ്. ഡൽഹിയിലിരുന്ന് പറയുകയാണ്, എനിക്കിവിടെ ഒരു ഭാര്യയുണ്ട്, കേരളത്തിലൊരു ഭർത്താവുണ്ട്, ഒരു ലേഡി അഡ്വക്കേറ്റ് പറയുകയാണ്. അത് അവർ ബൈസെക്ച്വലാണ്, അന്നേരം പുരുഷനും സ്ത്രീയും ഒരുമിച്ച് ഒരുപോലെ അവർ ജീവിക്കുന്നത്. ഇതൊക്കെ ദൈവം ഏറ്റവും അബോമിനേഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന, മ്ലേച്ഛത എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നടത്താനായിട്ട് പിശാച് മനുഷ്യനെ ട്രെൻഡ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. ഞാൻ ഈ പറഞ്ഞ വാക്യങ്ങളെല്ലാം നിങ്ങൾ കുറിച്ചെടുത്ത് വായിക്കണം. റോമർ 1:26-27 ഞാൻ വായിച്ചു കേട്ടു. ആവർത്തന പുസ്തകം 22:5,
1 കൊരിന്ത്യർ 11:14 മുതൽ 15 വരെ, 1 കൊരിന്ത്യർ 6:19 മുതൽ 20 വരെ, ലേവ്യ പുസ്തകം 18:20, ലേവ്യ 20:10 മുതൽ 16 വരെ, 1 കൊരിന്ത്യർ 6:9 മുതൽ 11 വരെ, 1 തിമോത്തി 1:9 മുതൽ 10 വരെ. ഈ വാക്യങ്ങളെല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വായിക്കുക. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. ഇവിടെ എല്ലാം പറയുന്നത് സോദോമ്യ പാപം. അന്ന് ദൂതന്മാരെ വരെ ഹോമോസെക്ച്വാലിറ്റിക്ക് ജനം പിടിച്ചോണ്ട് പോയി. ഇത് ആലോചിക്കും, മനുഷ്യരെ അടങ്ങി പിന്നെ പറയാം, ഇത് ദൂതന്മാരെ കൂടെ കൊണ്ടുപോകാനായിട്ട് മനുഷ്യൻ്റെ അതിക്രമം അത്ര പെരുകി. ഇവിടെയും അതുപോലെ തന്നെ ഇന്ന് ലോകം മുഴുവൻ അതിക്രമങ്ങളാൽ പെരുകിയിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുവരാറായി. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ഇങ്ങനെയുള്ള ഇഷ്യൂസ് വരുമ്പോഴേ അവരൊക്കെ കർത്താവിനെ അറിയണം എന്ന് പറയാനായിട്ടല്ലാതെ ദൈവം മനുഷ്യനെ ആണും പെണ്ണുമായിട്ട് മാത്രമേ സൃഷ്ടിച്ചിട്ടുള്ളൂ. ഷണ്ണന്മാരുണ്ടായിരുന്നു, ഷണ്ണന്മാരവരെ ആക്കിയതാണ്. അവരെ ചില പർട്ടിക്കുലറായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ചെയ്യാനായിട്ട് അവരെ ഷണ്ണന്മാരാക്കിയതാണ്. അല്ലാതെ ഈ പറയുന്ന പോലെ ആണും പെണ്ണുമായ ഒരു ആണ് പെണ്ണിൻ്റെ സ്വഭാവം കാണിക്കുകയും പെണ്ണ് ആണിൻ്റെ സ്വഭാവം കാണിച്ച് അതിലൊരു ക്ലെയിം കൊണ്ടുവന്ന് അതൊരു ജെൻഡർ ആയിട്ട് കൊണ്ടുവരുന്നൊരു സിറ്റുവേഷൻ ലോകത്തിൽ നടക്കുമായിരിക്കും. എന്നാൽ അത് പൈശാചികമാണെന്നല്ലാതെ എനിക്ക് വേറൊന്നും പറയാനില്ല. അതുകൊണ്ട് ഈ ഒരു ഇഷ്യൂകൾ നിങ്ങൾ കാണുകയും ഇടപെടുകയും ചെയ്യുമ്പോഴേ ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾ ഇതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഈ ദിവസങ്ങളിൽ മനുഷ്യനെ പിശാചി തെറ്റിച്ചുകൊണ്ട് പോകാനായിട്ട് ഒരുപാട് വഴികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആദാമിനെയും ഹവ്വായെയും വഞ്ചിച്ച പിശാച് തലമുറകളായിട്ട് ഇന്നും ലോകത്തെ വഞ്ചിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവരറക്കുവാനും മുടിപ്പാനും വരുന്നുവെന്നറിയാം. അത് മനസ്സിലാക്കിക്കൊണ്ട് ദൈവിക പ്രമാണം അനുസരിച്ച് ജീവിപ്പാൻ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഇടവരുത്തുകയും സഹായിക്കുകയും ചെയ്യണം. ഈ ദിവസങ്ങളിൽ നിൻ്റെ അനുഗ്രഹങ്ങൾ, നന്മകൾ വർഷിക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. തുടർമാനമായി നിങ്ങളിത് കാണണം. നാളെ ഫാമിലിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബൈബിൾ സ്റ്റഡീസ് നമ്മൾ ആരംഭിക്കുകയാണ്. ദൈവം അനുവദിക്കുകയാണെങ്കിൽ ഒരു 5 ഫാമിലിയെങ്കിലും നമ്മൾ എടുത്ത് ബൈബിൾ സ്റ്റഡീസിലൂടെ പ്രസൻറ്റ് ചെയ്യും. അവിടെ കുടുംബങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ ശാപങ്ങൾ ഏതൊക്കെ രീതിയിലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏതൊക്കെ രീതിയിൽ അവർക്ക് തെറ്റുപറ്റി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതിൽ നിന്ന് അവരെങ്ങനെ പുറത്തു വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതൊക്കെ നമുക്ക് മുമ്പിലെ മാർഗദർശനമായിട്ട് ദൈവം തന്നിരിക്കുന്നതാണ്. നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് കാരണമായി തീരട്ടെ. ഈ രാത്രിയിലും ദൈവത്തിൻ്റെ കൃപയിൽ നമ്മളെ സൂക്ഷിക്കട്ടെ. ആമേൻ.